പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയുമുണ്ട്. കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ എന്ന 65 വയസ്സുകാരനാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മകളുടെ മുന്നിൽ വെച്ചാണ് രാമചന്ദ്രന് വെടിയേറ്റത്. കുടുംബത്തോടൊപ്പം കഴിഞ്ഞ ദിവസം രാവിലെയാണ് രാമചന്ദ്രൻ കശ്മീരിലെ പഹൽഗാമിലെത്തിയത്. അദ്ദേഹത്തോടൊപ്പം ഭാര്യ ഷീല, മകൾ അമ്മുവിന്റെ 2 ഇരട്ടക്കുട്ടികൾ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇടപ്പള്ളി മങ്ങാട്ട് നീരാഞ്ജനത്തിലെ നാരായണ മേനോന്റെ മകനാണ് രാമചന്ദ്രൻ. കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദ് വഴിയാണ് ഇവർ കശ്മീരിലെത്തിയത്. മകൾ അമ്മുവാണ് മരണവിവരം നാട്ടിൽ അറിയിച്ചത്. രാമചന്ദ്രന്റെ കുടുംബം സുരക്ഷിതമാണെന്നാണ് വിവരം. രാമചന്ദ്രൻ ദീർഘകാലം അബുദാബിയിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. അതുപോലെ കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഹരിയാന സ്വദേശിയായ നാവികസേന ഉദ്യോഗസ്ഥനും മരിച്ചിട്ടുണ്ട്. വിനയ് നർവാളാണ് കൊല്ലപ്പെട്ടത്. 6 ദിവസം മുൻപാണ് വിനയ് നർവാളിന്റെ വിവാഹം നടന്നത്. ഭാര്യയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മധുവിധു ആഘോഷിക്കാനായാണ് ഇവർ രണ്ടാളും കശ്മീരിലെത്തിയത്. കേരള ഹൈക്കോടതിയിലെ 3 ജഡ്ജിമാരും കശ്മീരിലുണ്ടായിരുന്നു. ആക്രമണത്തിന് തൊട്ടു മുൻപാണ് ഇവർ കുടുംബസമേതം പഹൽഗാമിൽ നിന്നും മടങ്ങിയത്. അവധിക്കാലം ചിലവഴിക്കാനായി ഈ മാസം 17-നാണ് ജഡ്ജിമാരും കുടുംബാംഗങ്ങളും കശ്മീരിലെത്തിയത്. ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, PG അജിത് കുമാർ, G ഗിരീഷ്, അവരുടെ കുടുംബാംഗങ്ങൾ ഇവരാണ് ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ഉച്ചഭക്ഷണം കഴിക്കാനെടുത്ത ഒരു മലയാളി കുടുംബത്തിന്റെ തീരുമാനം ആ കുടുംബത്തെ രക്ഷിച്ചു. 3 കിലോമീറ്റർ അകലെ 5 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ കണ്ണൂർ SN പാർക്ക് നന്ദനം അപ്പാർട്ട്മെന്റിലെ ലാവണ്യ ആൽബിയും കുടുംബവും കാശ്മീരിലെ ഭീകര ആക്രമണത്തിൽ മുന്നിൽപ്പെടാതെ രക്ഷപ്പെട്ടു. ഭാഗ്യം കൊണ്ട് മാത്രം. എന്നാൽ രക്ഷയായത് ഉച്ചഭക്ഷണം കഴിക്കാനുള്ള തീരുമാനം. വസ്ത്രവ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് ലാവണ്യയും ഭർത്താവ് ആൽബി ജോർജും. മക്കളായ അനുഷ്കയും അവന്തികയും ആനന്ദികയും അടങ്ങുന്ന കുടുംബവും ബന്ധുക്കളും 19-നാണ് കാശ്മീരിലെത്തിയത്. കച്ചവട ആവശ്യത്തിന് വസ്ത്രം വാങ്ങുക, ഒപ്പം കാശ്മീർ ചുറ്റിക്കറങ്ങി ഒരു വിനോദസഞ്ചാരവും. ചൊവ്വാഴ്ച രാവിലെ 10:30 യോടെയാണ് ശ്രീനഗറിൽ നിന്ന് പെഹൽഗാമിലേക്ക് തിരിച്ചത്. ഉച്ചയോടെ അവിടെ എത്തി ഉദ്ദേശിച്ച സ്ഥലങ്ങൾ കൃത്യസമയത്ത് കണ്ടു. 2 ദിവസം ഉച്ചഭക്ഷണം ഒഴിവാക്കിയിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് അത് കഴിക്കാം എന്ന് അവർ വിചാരിച്ചു. ഹോട്ടലിൽ തിരക്കായതിനാൽ ഭക്ഷണം കിട്ടാനും കഴിക്കാൻ 1 മണിക്കൂർ എടുത്തു. അത് അവരെ രക്ഷിച്ചു. അല്ലെങ്കിൽ ആക്രമണം നടക്കുമ്പോൾ അവരും അവിടെ ഉണ്ടാകുമായിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം ഉച്ചയ്ക്ക് 2:30-ക്ക് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന താഴ്വരയിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് മുന്നിൽ നിന്ന് 200-ഓളം കുതിരസവാരിക്കാരും വാഹനങ്ങളും കുതിച്ചു വരുന്നത് കണ്ടത്. ആക്രമണം നടന്നതറിഞ്ഞ് ആ ഭാഗത്തു നിന്ന് മടങ്ങുകയായിരുന്നു ഇവർ. 1 മണിക്കൂറോളം ഗതാഗത തടസ്സമുണ്ടായപ്പോൾ തന്നെ ലാവണ്യയും കുടുംബവും വന്ന ഭാഗത്തേക്ക് തന്നെ വാഹനം തിരിച്ചു. അപ്പോഴും സംഭവത്തിന്റെ തീവ്രത ഇത്രയും വലുതാണെന്നവർ മനസ്സിലാക്കിയിരുന്നില്ല. ആൽബിയുടെ അച്ഛൻ TR ജോർജും അമ്മ കുഞ്ഞമ്മയും ബന്ധുക്കളും കൂടെ ഉണ്ടായിരുന്നു. പെഹൽഗാമിലെ ഹോട്ടലിലാണ് അവർ കഴിയുന്നത്. വെള്ളിയാഴ്ച രാത്രി മടങ്ങും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.